KPC നേതൃമാറ്റത്തിൽ ചർച്ച നടത്തിയിട്ടില്ലെന്ന കെ സുധാകരന്റെ വാദം തള്ളി കോൺഗ്രസ് ഹൈക്കമാൻഡ്. 2 തവണ കെ സുധാകരനുമായി സംസാരിച്ചതാണ് നേതൃത്വം നൽകുന്ന വിശദീകരണം. കെ സുധാകരൻ സജീവമല്ലെന്നും അനാരോഗ്യമുണ്ടെന്നും ദീപാദാസ് മുൻഷി അറിയിച്ചത് സംസ്ഥാന നേതാക്കളെന്നും ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നു. KPC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും നേതാക്കളുമായി ചർച്ച തുടങ്ങി. ഈ മാസം തന്നെ പുനഃസംഘടന പൂർത്തിയാക്കാനാണ് തീരുമാനം. അജീഷ് ജയകുമാർ വിവരങ്ങൾ വച്ചിരുന്നു. അജീഷ്, നേരത്തെ KPC അധ്യക്ഷനുമായി ഖർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ ദീർഘനേരം ചർച്ച നടത്തും. അതിനുശേഷം ഖർഗെ തന്നെ പുറത്തിറങ്ങി അദ്ദേഹത്തെ യാത്രയാക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് അദ്ദേഹം മാറുന്നില്ല എന്നൊക്കെയുള്ള പ്രതികരണം നടത്തിയതും. ഇപ്പോൾ ഹൈക്കമാൻഡ് പറയുന്നത് എന്താണ്? ഇനിയും തുടരുന്ന പരിഭവത്തിൽ, അതൃപ്തിയിൽ ഹൈക്കമാൻഡ് കാണുന്നത് എന്താണ്? അജീഷ്. ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ആ സംഭവങ്ങൾക്ക് ശേഷം ആ സംഭവങ്ങളെക്കുറിച്ചൊക്കെ കെ സുധാകരൻ വിശദീകരിക്കുന്നത് അന്ന് ഖർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ കണ്ടപ്പോൾ തന്നെ തന്നോട് ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. തന്റെ തോളിൽ തട്ടി യാത്രയച്ച് വിടുകയായി മാത്രമാണ് ചെയ്തത്. ഇക്കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചു പോലും ഇല്ലെന്നായിരുന്നു കെ സുധാകരൻ തുറന്നടിച്ചത്. മാത്രമല്ല AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാലിനെയും ദീപാദാസ് മുൻഷിയും അടക്കം പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ മാധ്യമങ്ങൾക്ക് ഒരു അഭിമുഖ പരമ്പര തന്നെ കെ സുധാകരൻ നൽകിയത്. ഒരു സൂചനയെങ്കിൽ തന്നിരുന്നെങ്കിൽ തനിക്ക് ഇത്ര വേദനിക്കില്ലായിരുന്നു. എന്നതിന്റെ കാരണം എന്താണെന്ന് തനിക്ക് അറിയില്ല. തന്നെ മാറ്റിയതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒരു നേതൃമാറ്റം ആവശ്യമുണ്ടായി.